അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ഷിൻസി. ഞാൻ തൃശ്ശൂർ അതിരൂപതയിലെ വരടയം ഇടവകയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അനിയത്തി ഷോൺസി, എൻ്റെ മകൻ അക്ഷയ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 ഒക്ടോബറിലായിരുന്നു. ഉടമ്പടി എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ആത്മീയമായ വളർച്ച തന്നെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഉടമ്പടി എടുത്തത്. എനിക്ക് 14 വർഷമായിട്ട് സന്ധിവാതമായിരുന്നു. ആദ്യം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മാസത്തിൽ 2-3 പ്രാവശ്യം നല്ല വേദന വരും. അപ്പോൾ പിന്നെ അത് നമ്മൾ അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം നമ്മൾ ഉടമ്പടി തൈലം ഉപയോഗിക്കുകയും ഉടമ്പടി ഉപ്പിട്ട് കുളിക്കുകയൊക്കെ ചെയ്തു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആദ്യം പൂർണ്ണമായി മാറാനൊന്നും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചില്ല. നമുക്ക് എന്തെങ്കിലും വീഴ്ച വരും, ഉടമ്പടിയിൽ വീഴ്ച വരുമ്പോൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന വിധത്തിൽ വേദന അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ 2 മാസമായിട്ട് പൂർണ്ണമായിട്ട് ഒരു വേദനയും എനിക്കിതുവരെ വന്നിട്ടില്ല. അതാണ് എൻ്റെ 3ാമത്തെ സാക്ഷ്യം. പിന്നെ എൻ്റെ മകൻ അക്ഷയ് ജർമ്മൻ പഠിക്കുകയായിരുന്നു. അപ്പോൾ അവൻ +2 കഴിഞ്ഞപ്പോൾ ITക്ക് വിടാനായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ അവൻ പറഞ്ഞു നേഴ്സിംഗ് പഠിച്ചാലോ. അപ്പോൾ ശരി, അപ്പോൾ നാട്ടിൽ കിട്ടില്ല. ബാംഗ്ലൂർ നോക്കിയപ്പോൾ ലക്ഷങ്ങൾ വേണം. അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തത് കൊണ്ട് എൻ്റെ അനിയത്തി പറഞ്ഞു നമുക്ക് ജർമ്മൻ നോക്കാം. അങ്ങനെ നമുക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ തന്നെ അടുത്ത് തന്നെ ഒരു ഷൈൻസ്റ്റാർ സഭ അംഗങ്ങൾ ജീവാലയ ബോയ്സ് ഹോം നടത്തുന്നുണ്ട്. അവരെന്നെ ഞങ്ങളുടെ അവിടെ ജർമ്മൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ വിട്ടത്. ഇവൻ B1 വരെ എല്ലാം പാസ്സായി. B2 പരീക്ഷയായപ്പോൾ അവിടെ തന്നെ എക്സാം സെൻറ്റർ ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ ഇഷ്യൂവിൽ അത് എക്സാം സെൻറ്റർ താൽക്കാലികമായി നിർത്തി. അപ്പോൾ നമുക്ക് B2 കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ കൊല്ലത്തേക്ക് പ്രിപ്പറേഷനൊക്കെ പോയി കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ പഠിക്കുമ്പോൾ ഇവൻ്റെ ബാച്ചിലെ 3 കുട്ടികളും അവരുടെ കൂടെ അവിടെ പഠിച്ചിരുന്നു. അപ്പോൾ ഒരു കുട്ടിയുടെ അമ്മ, ഞാൻ വർക്ക് ചെയ്യുന്നത് സ്റ്റാഫ് നേഴ്സാണ്, അമലയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ അവൻ്റെ അമ്മ പറയും അക്ഷയ് നന്നായി പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് പരീക്ഷ എഴുതി അങ്ങനെ. അപ്പോൾ ഇവരുടെ കൂടെ പഠിച്ച 2 പേരും ഓരോ മൊഡ്യൂൾ വെച്ചെല്ലാം കിട്ടി. ഇവനൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇവൻ്റെ മാഷ് പറഞ്ഞു നീ വേഗം ഒന്നും കൂടി തന്നെ എടുത്ത് എഴുതിക്കോ, നിനക്ക് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ 2ാമതും ഡേറ്റ് എടുത്തു. 2ാമതും ഒന്നും കിട്ടിയില്ല. എല്ലാ മൊഡ്യൂളും 1/2 മാർക്കിന് തോറ്റുപോയി. 3ാമത് അപ്പോൾ അവിടെ വന്ന് ഞാനും ചേട്ടനും കൂടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് നല്ല സുഗന്ധാഭിഷേകമൊക്കെ ലഭിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ 3 ആളും കൂടി ഡേറ്റ് എടുത്തു. ഡേറ്റ് കിട്ടിയപ്പോൾ ഇവിടെ വന്ന് പാസ്പോർട്ടൊക്കെ മാതാവിൻ്റെ പക്കൽ അർപ്പിച്ചു പ്രാർത്ഥിച്ചു. അപ്പം എല്ലാവരും ചോദിക്കും 2 വർഷമായി ഇപ്പോൾ ഈ മാർച്ചിലേക്ക് ഇനി വേറെ വല്ല കോഴ്സിന് ചേർക്കാൻ നോക്കുക, ഇങ്ങനെ കൊല്ലങ്ങൾ പോകണ്ട. അപ്പോൾ പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ റിസൾട്ട് വരുമ്പോൾ 28 ദിവസത്തിനുള്ളിൽ 45 ദിവസത്തിനുള്ളിലാണ് ഈ റിസൾട്ട് വരിക. അപ്പോൾ 28 ദിവസം. അപ്പോൾ +2ൻ്റെ റിസൾട്ട് വന്നു. ആളുകൾ ഹയർ സ്റ്റഡീസിന് കൊടുത്തു തുടങ്ങി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മാതാവ് ഇത് തന്നെയാണെങ്കിൽ 28 ദിവസമല്ല വേണ്ട, 29ാമത്തെ ദിവസം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇവന് തന്നെയാണ് നിയോഗം ആഗ്രഹിക്കുന്നത് തന്നെയാണെങ്കിൽ ഇന്ന് റിസൾട്ട് വരണം എന്ന് പറഞ്ഞു. അന്ന് ഉച്ചയ്ക്കൊരു 11 മണിയോടുകൂടി റിസൾട്ട് വന്നു. എല്ലാ മൊഡ്യൂളും ക്ലിയർ ചെയ്ത് പാസ്സായി. അപ്പോൾ ഇനി സെപ്റ്റംബറിൽ ഇൻടേക്കിൽ മാതാവ് പോകാൻ പറ്റുന്നത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. മാതാവ് ഞങ്ങളെ തന്നെ സഹായിക്കും. പിന്നെ ഇതെൻ്റെ അനിയത്തിയാണ്. അനിയത്തി ഒരു 2016 കാലഘട്ടത്തിൽ ഒരു 4 ലക്ഷം രൂപ വീട് പണിക്കായി ലോൺ എടുത്തിട്ട് ഹസ്ബൻഡ് ഒരു സാധാരണ ഈ കെട്ടിടപ്പണിക്കാരനാണ്. ഇപ്പോൾ അടയ്ക്കാനൊന്നും പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞു ഒരു നോട്ടീസ് വരും. ആ നോട്ടീസ് വരുമ്പോൾ നമ്മൾ കുറച്ച് തുക കൊണ്ടടയ്ക്കും. പിന്നെ ഒരു നോട്ടീസ് വരും. അങ്ങനെ ഒരു 2 ലക്ഷം 3 ലക്ഷം അടച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ തീരെ അടയ്ക്കാൻ പറ്റാണ്ടായി. അത് 5,70,000 രൂപ വരെ എത്തി. അപ്പോൾ അവർ വന്നു, വില്ലേജിൽ നിന്ന് വന്ന് അളന്നു. അപ്പോൾ പറയുമ്പോൾ നമ്മളെല്ലാവരും മാതാവ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണമെങ്കിൽ നന്നായി പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ 2 മാസം കഴിഞ്ഞു. പിന്നെ അവരൊന്നും അനങ്ങിയില്ല. വീണ്ടും 2 മാസം വീണ്ടും അളന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇനി ഫെബ്രുവരി ഇതിൽ ജപ്തിയാണ് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ വീട്ടിൽ ഞങ്ങൾ അന്ന് പെരുന്നാളെ കൂടിയപ്പോൾ ഇനി വീട്ടിൽ ഞങ്ങൾക്ക് കൂടാൻ പറ്റുമോ മാതാവ് എന്നുള്ള അനുഗ്രഹം തരണേന്നൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ജപ്തി നോട്ടീസും കൊണ്ട് ഞങ്ങൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു. പള്ളിയിൽ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഈ സഹായത്തിനായി കൊടുക്കാമെന്ന് വെച്ചിട്ട് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഈ ജപ്തിക്കൊന്നും അങ്ങനെ കിട്ടില്ല, മറ്റുള്ള കല്യാണം അങ്ങനെയൊക്കെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എന്നാലും കൊടുത്തിട്ട് പോന്നു. അപ്പോൾ നമ്മൾ കണ്ണ് അങ്ങനെ നീര് കണ്ടിട്ട് അവർ ചേട്ടൻ ചോദിച്ചു മോളെ എന്തേലും ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു. നമ്മൾ അറിയുന്ന ചേട്ടൻ തന്നെയാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒരാളിങ്ങനെ സഹായിക്കുന്ന വ്യക്തിയുണ്ട്, നമുക്കൊന്ന് നിങ്ങളും പോയി ഒന്ന് ചോദിച്ചു നോക്കുന്നു. നമ്മൾ അയാളുടെ അടുത്ത് പോകുമ്പോൾ നമ്മളൊരു പരിചയമില്ലാത്ത ആളെങ്ങനെ നമുക്ക് പൈസ തരിക, അങ്ങനെ സഹായിക്കാൻ പറ്റും, എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് വെച്ചിട്ട് നമുക്കറിയാലോ ജപ്തിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാനസികാവസ്ഥ കണ്ണീരൊഴിയാത്തൊരവസ്ഥ. അപ്പോൾ അങ്ങനെ വേറൊരു ചേച്ചീനെ അവരറിയുന്നൊരു ചേച്ചീനെ അവൾ പോയി കണ്ടിട്ട് ഈ ചേച്ചിയുടെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ആ ചേച്ചി ഈ കാര്യങ്ങളൊക്കെ ആ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
എന്നിട്ട് ആ ചേച്ചി കുറേ നമ്മുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ എങ്ങോട്ടോ പോയിക്കായിരുന്നു. അവർ വന്ന് കുളിച്ച് ഫ്രഷായി നമ്മുടെ ഇതൊക്കെ കേട്ടു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു അതിൻ്റെ അടുത്ത് അദാലത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5,70,000 എന്ന് പറയുന്നത് 5,20,000 ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഒന്നും കൂടിയും പോയി നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രസിഡൻറ്റ് അവരെന്നൊക്കെ കണ്ടു. 5,10,000. അപ്പോൾ ഈ ചേച്ചി, ഇവിടുത്തെ ചേച്ചി നല്ലൊരു മര്യഭക്തയാണ്. ചേച്ചി പറഞ്ഞു നിങ്ങൾ കൊന്ത തന്നെ ചൊല്ലി നടന്നോ, മാതാവ് നിങ്ങൾ രക്ഷിക്കും, അങ്ങനെ പറഞ്ഞു. ആ വിശ്വാസത്തോടെ നമ്മൾ പോന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ആ ചേച്ചിയെ വിളിക്കുക കാണുകയൊന്നും ചെയ്തിട്ടില്ല. ആ ചേച്ചി ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ അയച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അക്കൗണ്ട് നമ്പറൊന്നും ഇല്ല, അക്കൗണ്ട് ഉണ്ട് പക്ഷേ അതിലേക്ക് ഇതൊന്നും തരാത്ത കാരണം അതൊക്കെ ഫ്രീസായി പോയി കിടക്കുക. അപ്പോൾ വീണ്ടും ബാങ്കിൽ പോയി അതൊക്കെ ശരിയാക്കി അവരോട് വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ ശരിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ചേച്ചി നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിധം ആദ്യം 2.5 ലക്ഷം രൂപ നമ്മളെ അക്കൗണ്ടിലേക്ക് ഇട്ടു. അപ്പോൾ നമുക്കത് നമ്മളെക്കൊണ്ട് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം. അങ്ങനെ ഇട്ടിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ അടച്ചിട്ട് അതിൻ്റെ റെസീറ്റും കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ 2.5 ലക്ഷം രൂപ അടച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് 2 ദിവസം കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ 2,60,000 രൂപയുണ്ട്. അപ്പോൾ 10,000 രൂപ നമ്മൾ ഒപ്പിക്കാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ചേച്ചി എത്ര തരുന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. വീണ്ടും നമ്മളെക്കാൾ ഓർമ്മ അവർക്കുണ്ട്. 2,60,000 രൂപ വീണ്ടും അക്കൗണ്ടിലേക്ക് ഇട്ട് തന്ന് 5,10,000 രൂപ അടച്ച് ക്ലോസ് ചെയ്തിട്ട് അത് അവർക്ക് കണ്ട് കാണിച്ചു തന്നു. അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു ഈ ആധാരം നിങ്ങളുടെ വെച്ചോ, ഞങ്ങൾ കുറേശ്ശെ പലിശ ഇല്ലാതെ തന്നാൽ മതിയെന്ന്. പക്ഷേ ആ ചേച്ചി അവരും വേണ്ട മോള് പൊക്കോ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും ആരും ഇക്കാലത്ത് ചെയ്യാൻ പറ്റാതെ അത്രയും മാതാവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ കിട്ടിയത്. അതിന് മാതാവിനും ദിവ്യകുമാരനും 1000 നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം വിതരണം ചെയ്യും. മേടിച്ചോടുന്ന പത്രം ചിലവർ സ്ഥിരമായിട്ട് ചോദിക്കുന്നവർ അവർക്ക് കൊടുക്കും. പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ കൊടുക്കും. പിന്നെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ പത്രം മേടിക്കുന്നുണ്ട്, നമ്മൾ ആശുപത്രിയിൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ കൊടുത്തിട്ട് പോകരുത്. ദയവ് ചെയ്ത ആളുകളോട് പറയണം, അത് പറഞ്ഞ് മനസ്സിലാകും. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ പിന്നെ അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ ഇവരത് ഉപയോഗിക്കുന്നത് അവരുടെ ലോക്കറമ്മ വിരിക്കാൻ, ഭക്ഷണം കഴിക്കാൻ, അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കത് കാണുമ്പോൾ വളരെ വേദനയാണ്. നിങ്ങൾ കൊടുത്തിട്ട് പോകുമ്പോൾ നമുക്കത് അറിയില്ല അവരെന്താ ചെയ്യണേന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇങ്ങനെ ചെയ്യരുത്, ഇത് മാതാവിൻ്റെ നല്ല അനുഗ്രഹങ്ങൾ അതൊക്കെ പറയാറുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന സാലറിയുടെ 1/10 ഞാനും എൻ്റെ ഹസ്ബൻഡ് ഡ്രൈവറാണ്, ആളും വരുമാനം ഒരു ദിവസം എത്ര കിട്ടുന്നു അതിൻ്റെ 0.5 ആ ചെപ്പിലിടും. പിന്നെ അവിടെ ഞങ്ങൾ അമ്മമാരെ നോക്കുന്നൊരു സ്ഥലമുണ്ട് കോളങ്ങാട്ടുകര, അവിടെ പോയി അവരെ കാണാറുണ്ട്. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കും. അല്ലെങ്കിൽ ഇടയ്ക്ക് ഞങ്ങളെല്ലാവരും കൂടി തന്നെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് തൃശ്ശൂർ ഈ വഴിയോരത്ത് കിടക്കുന്ന അമ്മമാർക്കും ഒക്കെ കൊടുക്കാറുണ്ട്. പിന്നെ രോഗികൾക്ക് നമ്മുടെ ഉള്ള അനുസരിച്ച്, നമ്മുടെ കയ്യിലുള്ള അനുസരിച്ച് ആൾക്കാർക്കൊക്കെ കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയാണ് രാവിലത്തെ കുടുംബം മുഴുവൻ കൂടിയാണ് രാവിലെ 5:30 പ്രയർ ചെല്ലുന്നതും സായാഹ്ന പ്രാർത്ഥന എത്തിക്കുന്നതും. ഞങ്ങൾ ചേട്ടനും മോനും ഒക്കെ എന്നും പള്ളിയിൽ പോവും. അങ്ങനെ നമുക്ക് ആത്മീയമായ വളർച്ചയാണ് നമ്മൾ കൂടുതൽ ആഗ്രഹിച്ചത്. എനിക്ക് 2 ആൺകുട്ടികളാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ നല്ല അപ്പോൾ അവരും അതിനോടൊത്ത് തന്നെ ഉയർന്നു പള്ളിയെ പോകാണ്ട് കൊന്തച്ചേലിൻ്റെ പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ തരുന്ന ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 105-ാം അധ്യായം 8-ാം തിരുവചനം പറയുന്നു, അവിടുന്ന് തൻ്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും, തൻ്റെ വാഗ്ദാനം തലമുറകൾ വരെ ഓർമ്മിക്കും. ഇവിടെ ഷിൻസി ഷാബു നമ്മോട് പങ്കുവച്ച മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. തൻ്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോ പ്രാപിച്ചു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാനാണ് ഷിൻസിയും മകനും തൻ്റെ സഹോദരിയും ഇവിടെ വന്നിരിക്കുന്നത്. പരിശുദ്ധമായ അൾത്താരയിൽ അവർക്ക് കയറി നിന്നുകൊണ്ട് അവർക്ക് പരിശുദ്ധ അമ്മയോട് ഈശോയോട് നന്ദി പറയാൻ അവർക്ക് വലിയ ഗോൾഡൻ ചാൻസ് കിട്ടിയിരിക്കുന്നു. നമുക്കും അവരോടൊത്ത് നന്ദി പറയാം. വളരെ വലിയൊരു സാക്ഷ്യമാണിത്. 14 വർഷമായിട്ട് സന്ധിവാതമുണ്ടായിരുന്ന ഒരു സഹോദരിയായിരുന്നു ഷിൻസി. താൻ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അനുഭവിച്ചുകൊണ്ട് ഇവിടുത്തെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി തുടർച്ചയായി പ്രാർത്ഥിച്ച് ഉടമ്പടിയിലായിരിക്കുമ്പോൾ തനിക്ക് വളരെ പെട്ടെന്ന് സമ്പൂർണ്ണ സൗഖ്യം ലഭിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. നമുക്ക് ഈശോയോട് നന്ദി പറയാം. അതുപോലെ തന്നെ മകൻ അക്ഷയ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ഇടപെടൽ മൂലം അവൻ പഠിക്കാൻ തുടങ്ങി.
തനിക്ക് പഠിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു കോൺഫിഡൻസിലൊക്കെ പരീക്ഷ എഴുതിയെങ്കിലും 3 പ്രാവശ്യം 2 പ്രാവശ്യം പൊട്ടിപ്പോയി. പക്ഷേ 3-ാമത്തെ പ്രാവശ്യം ഉടമ്പടിയിൽ വിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ മകൻ പഠിക്കാൻ തുടങ്ങി. കുടുംബവും അവരോടൊപ്പം പ്രാർത്ഥിക്കുകയും ആ അനുഗ്രഹം അവർ പ്രാപിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ തൻ്റെ അനുജത്തിക്ക് വേണ്ടിയുള്ള മനോഹരമായൊരു സാക്ഷ്യമായിരുന്നു 2016 ഉണ്ടായിരുന്ന 5 ലക്ഷം രൂപയുടെ വലിയൊരു ലോൺ. തങ്ങൾക്ക് യാതൊരു പരിചയവുമില്ലാത്ത ഒരു സഹോദരി മുഴുവൻ പൈസയും 5,60,60,000 രൂപയാണ് അവർ അടച്ച് ഇവരെ സഹായിച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഇത് നമ്മുടെ ആവശ്യ സമയത്ത് ഓടി വരുന്നത് മറ്റാരുമല്ല, പരിശുദ്ധ അമ്മ മാത്രമാണ്. പരിശുദ്ധ അമ്മ കാനായിലെ വിവാഹ വിരുന്നിൽ ഈശോയോട് പറഞ്ഞത് ഇതാണ്: മകനെ അവർക്ക് വീഞ്ഞില്ല. ഈശോ ഉടനെ ആ കാര്യങ്ങൾക്ക് ഒരു പദ്ധതിയെ വളരെ തന്മയത്വത്തോടുകൂടി അവരുടെ കുടുംബത്തിൻ്റെ ഒരു നാണക്കേടിനെ എടുത്തു മാറ്റുന്ന വലിയ അത്ഭുത കാര്യമാണ് നാം കാനായിലെ വിവാഹത്തിൽ കാണുന്നത്. 2000 വർഷങ്ങൾക്ക് മുൻപുള്ള ആ അത്ഭുതം ഇന്നും നമ്മുടെ ഓരോരുത്തരുടെയും ദുരന്തങ്ങളിൽ അത്ഭുതങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ അമ്മ ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞത്, ആരാധന മധ്യേ പറഞ്ഞത്, ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കുക എന്നാണ്. നമ്മുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും നമ്മുടെ ജോലി സ്ഥലങ്ങളിലും എല്ലാം ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ് നാം ഇവിടെ സൗഖ്യത്തിന് ശേഷം വന്ന് അമ്മയുടെ ഇടപെടലിന് ശേഷം വന്നിവിടെ സാക്ഷ്യമായി പറയുന്ന നാം ഓരോരുത്തരും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാവുകയാണ്. പക്ഷേ ഒരു സങ്കടത്തോടുകൂടി എനിക്ക് പറയാനുള്ളതാണ്, യുവാക്കളെല്ലാം തങ്ങളുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും കരച്ചിലും കണ്ണുനീരുമൊക്കെയായി അവർക്ക് സൗഖ്യവും അതുപോലെ തന്നെ അത്ഭുതസിദ്ധികളുമെല്ലാം കാര്യസാധ്യതകളെല്ലാം സാധിച്ചു കഴിയുമ്പോൾ അവർ വിദേശത്തേക്ക് പോകുന്നു, ജോലി കിട്ടുന്നു. അതിനുശേഷം അവർ ഉടമ്പടി എടുക്കാൻ പലരും മടിക്കുന്നതായി കാണുന്നുണ്ട്. ഉടമ്പടി എടുക്കുമ്പോഴുണ്ടാകുന്ന സംരക്ഷണമാണ് നാം ഓരോ സാക്ഷ്യത്തിലും കേൾക്കുന്നത്. പലരും വിചാരിക്കുന്നത് വിദേശത്തൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ വളരെ സുഖമാണ്, സുന്ദരമാണ്, ജീവിതം വളരെ സൗഭാഗ്യപൂർണ്ണമാകും. പക്ഷേ അവിടെ ചെന്നിട്ടുള്ള വലിയൊരു പ്രോസസ്സാണ്. അവർക്ക് ലൈസൻസ് എടുക്കണം, പാർട്ട് ടൈം ജോലി ചെയ്യണം, അവർക്കൊരു സ്റ്റേ കണ്ടുപിടിക്കണം, ഭാഷ പഠിക്കണം. പക്ഷേ ഇതിനെല്ലാം നമുക്കുള്ള വലിയ ഒരു സൗഭാഗ്യമാണ് ഉടമ്പടി എന്നുള്ള ഈ ജീവിതക്രമം. നമ്മുടെ ജീവിതത്തിനൊരു ഡിസിപ്ലിൻ വരണം. നമ്മുടെ ഉറക്ക സമയങ്ങൾ, നമ്മുടെ ജോലി സമയങ്ങൾ, ഇതിനെല്ലാം ക്രമീകരണം പരിശുദ്ധ അമ്മയാണ് നമുക്ക് ഉടമ്പടിയിലൂടെ നൽകുന്നത്. അങ്ങനെ മടിച്ചു നിൽക്കുന്ന മക്കൾ തങ്ങളുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന വഴിയായി ഉടമ്പടി വഴിയായി നിങ്ങൾക്ക് എന്തെങ്കിലും സൗഖ്യമോ അത്ഭുതങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, കാര്യസാധ്യതകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ മക്കൾ മടിക്കരുത്. യുവാക്കളും യുവതികളും നിങ്ങൾ ഉടമ്പടി എടുത്ത് തന്നെ വിദേശത്തേക്ക് പോകണമെന്നാണ് ഞങ്ങളുടെ സജഷൻ. നിങ്ങളത് ചെയ്തിരിക്കുകയാണ്. ആ ഉടമ്പടി എടുത്ത് പോവുകയാണ് നല്ലതെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എപ്പോഴും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ തൻ്റെ ലേഖനങ്ങളിൽ എപ്പോഴും പറയുന്നു, നിങ്ങളെപ്പോഴും നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവിൻ. പ്രാർത്ഥന എന്താണ്? പ്രാർത്ഥന നന്ദി പ്രകടനമാണ്. ഞങ്ങൾക്ക് തരണേ എന്നുള്ളതല്ല പ്രാർത്ഥന. നമ്മളെപ്പോഴും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുക. അതാണ് നമ്മൾ കൊടുക്കുന്ന വലിയൊരു മുതൽക്കൂട്ട്. നമ്മുടെ നിത്യതയോളം നമുക്ക് സഞ്ചരിക്കണമെങ്കിൽ നമ്മുടെ നന്ദി പ്രകാശനത്തിൻ്റെ ഒരു ഡിപ്പോസിറ്റ് നമുക്ക് ആവശ്യമാണ്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഈ വലിയ ഷിൻസി ഷാബുവിൻ്റെയും കുടുംബത്തിൻ്റെയും മനോഹരമായ സാക്ഷ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും അമ്മയ്ക്കും വലിയൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.